സ്നേഹം നിറഞ്ഞ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ ഗുരുജനങ്ങളും, നമ്മുടെ ഇന്നത്തെ ഇതിന് കാരണഭൂതരായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മാതാപിതാക്കൾ, അധ്യാപകർ, എല്ലാവർക്കും ടോംസ് കോളേജിലേക്ക് ഇവിടെ നമ്മുടെ വേദിയിൽ ഇവിടെ പ്രസംഗിച്ചവരെല്ലാവരും പറഞ്ഞു. നമ്മുടെ വേദിയിൽ ഇന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന 3 പേര് ഇന്ന് ഈ സ്റ്റേജിലുണ്ട്. നാളുകളിൽ നിങ്ങളൊക്കെ നമ്മുടെ ഗവൺമെൻറ്റുകളുടെ കീഴിൽ ജോലി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നമ്മുടെ ഈ അകലക്കുന്നം അല്ലെങ്കിൽ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ തന്നെ ഏതാണ്ട് വളരെയധികം സ്ഥാപനങ്ങളിൽ, നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നമ്മുടെ ടോംസ് കോളേജിൽ നിന്ന് പഠിച്ച കുട്ടികളായിരുന്നവരെല്ലാവരും ഉദ്യോഗസ്ഥരായി അവരുടെ കുടുംബം നടത്തിപ്പോകുന്നു. എല്ലാവരും വിദേശത്തേക്കാണ്, വിദേശത്ത് പോയാലേ രക്ഷയുള്ളൂ എന്നുള്ള ഒരു രീതിയിൽ നമ്മുടെ എല്ലാ മേഖലകളിലും ഇത് കടന്നുകൂടിയിരിക്കുന്നതാണ്. അതിനൊരു മാറ്റം നമ്മുടെ മേഖലകളിൽ ഉണ്ടാക്കേണ്ടതാണ്. നമ്മുടെ മേഖലയിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ നന്നായി ഉപയോഗിക്കാതെ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോൾ തന്നെ പല മേഖലകളിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും വിദേശത്ത് പോയി സാമ്പത്തികമുണ്ടാക്കി നാടിനെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ നാട്ടിലോ വീട്ടുകാരെ രക്ഷപ്പെടുത്താനോ പറ്റും. നമ്മുടെ മേഖലയിലുള്ള നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടുത്തെ ചെയർമാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റണം. നിങ്ങളുടെ ഭാവി ജീവിതം ഇവിടെ നിന്ന് പാസ് ഔട്ടാകുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ വിജയാശംസകളും അർപ്പിക്കുന്നു. അതോടുകൂടി തന്നെ ഇവരെ ഈ പാസ് ഔട്ടാകാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ ബുദ്ധിമുട്ടിയ ടോംസ് കോളേജിലെ അധ്യാപകരെ പ്രത്യേകം അനുമോദിക്കുന്നു. ഈ സ്കൂളിലേക്ക് അഡ്മിഷൻ മേടിച്ച് വന്ന ഈ കുട്ടികളെ ഇവിടെ കൊണ്ട് ചേർത്ത രക്ഷകർത്താക്കളോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഇവിടെ പഠിച്ചതുകൊണ്ട് യാതൊരു ഭാവിയിലേക്ക് നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണം നിങ്ങൾക്ക് കിട്ടും, അതിന് ആർക്കും സംശയമില്ല. അതുകൊണ്ട് ധൈര്യമായി ടോംസ് കോളേജിന് വേണ്ടി നമുക്ക് ഇവിടെ പ്രിൻസിപ്പൽ ഇവിടെ പറഞ്ഞു, നമ്മുടെ മാതൃവിദ്യാലയം വിടരുത് എന്ന് പറയുന്നു. അത് നമുക്ക് വന്ന് ചേരുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ എല്ലാ കോളേജുകളിലും ഉണ്ട്. അവർ കേൾക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ഓർക്കുമ്പോൾ അവർക്ക് ചില കുറ്റങ്ങൾ പറയാൻ കാണും. അതുകൊണ്ട് ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ ചെയർമാനും പ്രിൻസിപ്പളും ഒക്കെ നിങ്ങളെ ആ കാലത്ത് ഉപദേശിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം നമ്മളിത് പാസ് ഔട്ടായി ഓരോ മേഖലകളിൽ ചെല്ലുമ്പോഴാണ് നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങളത് അന്നേരം ഓർക്കും. ഇവിടെ എന്തെങ്കിലും പ്രിൻസിപ്പളോ ചെയർമാനോ അല്ലെ കോളേജിലെ അധ്യാപകരോ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗുണത്തിനാണെന്നുള്ള വിവരം മനസ്സിലാക്കാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാതൃവിദ്യാലയത്തെ മറക്കാതെ കൂട്ടത്തിൽ നിർത്തി നിങ്ങളുടെ പിന്നോട്ടുള്ള പ്രയാണം നടക്കട്ടെ. എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ്. Now it's time to recognize and celebrate the outstanding achievements of our students. We will be presenting awards to the meritorious students in various categories. Please join me in congratulating them as their names are called. Students, please come forward as your names are called on. I welcome our esteemed chairman, Tom T. Joseph sir, to present the memento. Congratulations. Anwar Hussain from BTech Chemical Engineering. Next, Delnamol Joseph from Civil Engineering. Congratulations. Shizin Matthew from Mechanical Engineering.
John Pius Thaiparambil from BTech Computer Science and Engineering. Muhammad Ali Mahin Shah KR from Diploma in Chemical Engineering. Manigandan B from Civil Engineering. Sija Joseph, Diploma in Mechanical Engineering. Aditya B Ajay Krishna, Diploma in Automobile Engineering. Jidin MJ, Electrical and Electronics Engineering. Let's take a moment to present a token of love and gratitude to our dignitaries. I welcome Dr. A.J. Paul sir, Director of Tom's College, to present the memento, and I proudly welcome our esteemed Chairman, Tom T. Joseph sir, to receive the memento. Next, I request Tom sir to present the memento to our chief guest, Molama Thomas. Ma'am, please come forward. Sir, please. Next, I welcome our esteemed principal, Mr. Joby Joseph sir, to present the memento, and I welcome Ms. Manju KR to receive the memento. Next, I welcome Mrs. Molikuti Emmanuel ma'am to present the award, and Sridevi K ma'am to receive the memento. Next, let's take a moment to relax and immerse ourselves in a musical performance by our students from BTech in Computer Science Department.